പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഓഗസ്റ്റ് മാസം 3-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. അപ്പൊ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപരിപാലിച്ച് കർത്താവിന്റെ വിശ്വസ്തതയോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഇന്നലത്തെ സഭായോഗങ്ങളെ അനുഗ്രഹിച്ച കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, രാത്രി നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവെ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ അമേൻ അമേൻ ഞങ്ങളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഞാൻ കിടന്നുറങ്ങി, കർത്താവാണ് താങ്ങിയത്, അതുകൊണ്ടാണ് ഇന്ന് എഴുന്നേറ്റത്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ആമേൻ കൃപകൾക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്തു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ജയത്തോടെ നടത്തുന്നതിന് സ്തോത്രം. അപ്പൊ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു, അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, അങ്ങേക്ക് ഞങ്ങളോടുള്ള വാത്സല്യം ഓർക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ മാറ്റമില്ലാത്ത നിത്യമായ അങ്ങയുടെ സ്നേഹം ഓർക്കുമ്പോൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സങ്കീർത്തനക്കാരൻ 63-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, കർത്താവിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു, എന്റെ അധരങ്ങൾ കർത്താവിനെ സ്തുതിക്കും. എന്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ കർത്താവിനെ വാഴ്ത്തും, കർത്താവിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകളെ മലർത്തും. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപരിപാലിച്ച ദൈവകൃപയ്ക്ക് നന്ദി. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പൊൻമുഖത്തേക്ക് നോക്കുക. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഏടുകളിലിരുന്ന്, വിവിധ ഭവനങ്ങളിലിരുന്ന്, വിവിധ സാഹചര്യങ്ങളിലിരുന്ന് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുന്നു. എല്ലാവരുടെയും ആവശ്യങ്ങളിൽ ദൈവത്തിന്റെ കൃപയുണ്ടാകണം. രോഗികളായിട്ട് ഇരിക്കുന്നവരുണ്ട്, അപ്പൊ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യങ്ങളുണ്ടല്ലോ. ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. ആമേൻ. അത്ഭുതകരമായ വിടുതലുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. മുഖത്ത് സംഭവിച്ചിരിക്കുന്ന ചില പ്രശ്നങ്ങൾ, മുഖത്ത് ആമേൻ സ്ട്രോക്ക് വന്ന് മുഖം കോടിപ്പോയത്, ആമേൻ മുഖത്തിനുണ്ടായിരിക്കുന്നതായ ആ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതകരമായി പരിഹരിക്കപ്പെടട്ടെ. പൂർണ്ണമായി ആ മുഖം പൂർണ്ണമായി നോർമൽ രൂപത്തിലേക്ക് മടങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ മുഖം വീണ്ടും നോർമൽ രൂപത്തിലേക്ക് മടങ്ങി വരട്ടെ. ഓപ്പറേഷൻ ചെയ്ത് മുഖത്തിന് അമേൻ അമേൻ രൂപവ്യത്യാസം വന്നിരിക്കുന്ന അവസ്ഥകൾ ഇപ്പോൾ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. പൂർണ്ണമായി നോർമൽ രൂപത്തിലേക്ക് ആ മുഖം മടങ്ങി വരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ അമേൻ ഹല്ലേലൂയ. കൈ കാലുകളിലേക്ക് ഓപ്പറേഷൻ ചെയ്തിട്ട് അതിന്റെ നീളം കുറഞ്ഞിരിക്കുന്ന അവസ്ഥകൾ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ 2 കൈകളും 2 കാലുകളും ഒരേ നീളത്തിലേക്ക് മടങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് മടങ്ങി വരട്ടെ. അത്ഭുതം സംഭവിക്കട്ടെ. കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കാഴ്ച മടങ്ങി വരട്ടെ. അത്ഭുതമായ വിടുതൽ സംഭവിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങൾ ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അമാൻ അങ്ങയുടെ അത്ഭുത പ്രവൃത്തി തന്റെ കുഞ്ഞുങ്ങളുടെ മേൽ നടക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവേ, വീടിന്റെ പണി ആരംഭിച്ചു, പക്ഷെ പൂർത്തീകരിക്കാൻ കഴിയാതെ അവൻ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഓഗസ്റ്റ് മാസം കംപ്ലീഷൻ, അതിനകത്തൊരു പൂർത്തീകരണം നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേ, പല കോഴ്സുകൾക്ക് ചേർന്നിട്ട് കംപ്ലീറ്റ് ചെയ്യുവാൻ കഴിയാതെ ആമേൻ വിഷമിച്ചിരിക്കുന്നവർ ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അതിനൊരു കംപ്ലീഷൻ കൊടുക്കുന്നതിന് നന്ദി പറയുന്നു. അതുപോലെ കർത്താവ് ലോകത്തെമ്പാടും കർത്താവിന്റെ വേല ചെയ്യുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസിദാസന്മാർക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയിൽ എല്ലാവരെയും പൊതിയണം. പരിശുദ്ധാത്മാവ് എല്ലാവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വലിയ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഈ പ്രാർത്ഥനയുടെ മാസം
മൂന്നാം ദിവസം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം പ്രാർത്ഥനയിൽ അതിന്റെ 2-ാമത്തെ വാക്യം, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ എന്നതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. അതായത് പ്രാർത്ഥനയിൽ എന്ത് ചെയ്യുന്നു? ഉറ്റിരിപ്പീൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ഇൻ പ്രയർ. നിങ്ങളുടെ പ്രാർത്ഥന നിർത്തരുത്, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. എന്നിട്ട് പ്രാർത്ഥിച്ച വിഷയത്തിന് വേണ്ടി സ്തോത്രത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരിക്കണം. ഹല്ലേലൂയ. അതായത് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു, ഇനി ഞാൻ എന്നാ ചെയ്യുന്നത്? ഐ എം വെയിറ്റിംഗ്. ഒരു വിത്തിട്ടിട്ട് കാത്തിരിക്കുന്നത് പോലെ അത് കിളിച്ചു വരും. അതുപോലെ തന്നെ ഞാൻ സ്തോത്രം പറഞ്ഞ് ദൈവത്തിൽ നിന്നും അത് പ്രാപിക്കുവാനായി ഞാൻ കാത്തിരിക്കുക ചെയ്യുന്നത്. അപ്പൊ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് സ്തോത്രം. അതായത് വിശ്വാസത്തോടുകൂടെ സ്തോത്രം പറയുന്നത്, വിശ്വാസത്തോടുകൂടെ അത് ലഭിക്കുമെന്ന് വിളിച്ചു പറയുന്നത് പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്. ഞാൻ ആദ്യമേ പ്രാർത്ഥിച്ചു കർത്താവേ, ഇന്ന കാര്യത്തിൽ ദൈവം ചെയ്യാൻ പോകുന്ന അത്ഭുതത്തിനായിട്ട് സ്തോത്രം, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ആ വിഷയത്തിൽ കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് സ്തോത്രം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇന്ന് ഞാൻ കണ്ടില്ലായിരിക്കും, നാളെ ഞാൻ അതിന്റെ ഉത്തരം കണ്ടില്ല, അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് ഞാൻ കണ്ടില്ല. ബട്ട് ബൈബിൾ വേദോസ്തം പറയുന്നു അതിനുവേണ്ടി എന്ത് ചെയ്യണം? അതിനുവേണ്ടി സ്തോത്രത്തോടെ, ആമേൻ, വാച്ച് ഇൻ ദ സെയിം വിത്ത് താങ്ക്സ് ഗിവിംഗ്. സ്തോത്രത്തോടെ അതിനായി ഞാൻ കാത്തിരിക്കും. കാരണം ഞാൻ പ്രാർത്ഥിച്ചത്, അതുകൊണ്ട് നിശ്ചയമായിട്ടും അത് നടക്കും. ഞാൻ പ്രാർത്ഥിച്ചതാ, നിശ്ചയമായിട്ടും അത് ലഭിക്കും. ഏലിയാവ് പ്രാർത്ഥിച്ചു മഴ പെയ്യുവാൻ പ്രാർത്ഥിച്ചു. ഏലിയാവ് മുട്ടുമേൽ നിന്ന് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഏലിയാവ് തന്റെ ബാല്യക്കാരനോട് പറഞ്ഞു, നീ പോയി നോക്ക്, ആകാശത്ത് മാറ്റങ്ങൾ വല്ലതും ഉണ്ടോ? ആദ്യം പോയി നോക്കിയിട്ട് വന്ന് പറഞ്ഞു, ഒരു മാറ്റവുമില്ല. ഏലിയാവ് പ്രാർത്ഥന നിർത്തിയോ? ഇല്ല. ഏലിയാവിനറിയാം, ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ മഴ നിന്നെങ്കിൽ ഏലിയാവ് തുടർന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യും? മഴ പെയ്യുക തന്നെ ചെയ്യും. ഏലിയാവ് കണ്ടിന്യൂ ചെയ്തു. ഏലിയാവ് ഒരു പക്ഷെ ദൈവത്തിന് സ്തോത്രം പറയുകയായിരിക്കാം. ഈ വചനം വെച്ച് നോക്കുമ്പോൾ സ്തോത്രത്തോടെ കാത്തിരിക്കുക. കുറച്ച് വീണ്ടും പോയി നോക്കാൻ പറഞ്ഞു. വീണ്ടും പോയി നോക്കി, അവൻ ഒന്നും കണ്ടില്ല. എന്നാൽ നമുക്കറിയാം 7-ാമത്തെ പ്രാവശ്യം ഒരു കൈപ്പത്തി പോലെ മേഘമാകാണ്. അപ്പൊ ഏലിയാവ് പറഞ്ഞു, നോ പ്രോബ്ലം, വലിയ മഴയുടെ മുഴക്കം കേൾക്കുക. ഉടനെ പ്രവചിച്ചു, അവൻ പ്രഖ്യാപനം നടത്തി, വലിയ മഴ വരാൻ പോവുകയും. കണ്ടത് കൈപ്പത്തി പോലുള്ള മേഘമാ. പക്ഷെ ഏലിയാവ് ഉടനെ ഡിക്ലെയർ ചെയ്തു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയുടെ ഈ മാസം, ആമേൻ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്തൊക്കെ ഉണ്ടാകണം? ഇന്നലത്തെ രാവിലത്തെ മെസ്സേജിൽ പറഞ്ഞു. അതായത് ആരാധന ഉണ്ടാകണം, സ്തോത്രമുണ്ടാകണം. ആരാധന എന്ന് പറഞ്ഞാൽ ദൈവം ആരാണെന്ന് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുന്നത്. അതായത് ഉദാഹരണം പറഞ്ഞാൽ, കർത്താവേ, അങ്ങ് നല്ലവനാകുന്നു, അങ്ങ് വല്ലഭനാകുന്നു, അങ്ങ് ആകാശവും ഭൂമിയും ഉണ്ടാക്കിയവനാകുന്നു, അങ്ങേക്കൊന്നും അസാധ്യമായിട്ടില്ല, അങ്ങ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ, അങ്ങില്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ച്, ഇങ്ങനെ ദൈവത്തിന്റെ കഴിവുകളെ വർണ്ണിക്കുന്ന ഒരു സെക്ഷൻ നിങ്ങളുടെ പ്രാർത്ഥനയുടെ സമയത്തുണ്ടാകണം. 2, കർത്താവ് നിങ്ങൾക്ക് ചെയ്ത നന്മകളെ കുറിച്ച് ഓർത്ത് സ്തോത്രം പറഞ്ഞു. പോയ കാലത്ത് ദൈവം ചെയ്ത നന്മകൾ, കർത്താവെ ആയുസ് തന്നതിന് സ്തോത്രം, ആരോഗ്യം തന്നതിന് സ്തോത്രം, കുഞ്ഞുങ്ങളെ തന്നതിന് സ്തോത്രം, കുടുംബജീവിതം തന്നതിന് സ്തോത്രം. പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടും. കർത്താവിന് നമ്മുടെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് പാട്ട് പാടാൻ അറിയത്തില്ലായിരിക്കും, ഒരുപക്ഷെ നിങ്ങൾക്ക് താളവും ശ്രുതിയും ഒന്നും ഉണ്ടാകത്തില്ല, നോ പ്രോബ്ലം. പക്ഷെ നിങ്ങളുടെ ശബ്ദം കേൾക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പാടുമ്പോൾ നിങ്ങൾ അറിയാതെ ശ്രദ്ധിച്ചിരിക്കത്തില്ലേ? അതുപോലെ നിങ്ങൾ പാടുമ്പോൾ സ്വർഗം ചെവി ചായ്ച്ചിരുന്ന് കേൾക്കും. ഹല്ലേലൂയ. 2-ാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വചനധ്യാനം ഉണ്ടാകണം. ആഴമായി വചനം ധ്യാനിക്കണം എല്ലാ ദിവസവും. ആമേൻ. സമയമെടുത്ത് ദൈവത്തിന്റെ വചനം ധ്യാനിക്കണം. ഇന്ന് തന്നെ ഇത് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ കണ്ടിന്യൂ ചെയ്യും. ഇതങ്ങോട്ട് ധ്യാനിച്ച് അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥന മാറും. അപ്പം എന്നിട്ട് അതിനുശേഷം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മറ്റുള്ളവരുടെ വിഷയങ്ങളെ മനസ്സിലാക്കി അത് ഓരോ സെക്ഷനുകളാക്കി വെച്ചിട്ട്, അവൻ ഇന്നത്തെ ദിവസം ജോലിയില്ലാത്ത അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നാളെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വൈകിട്ട് ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവൻ അല്ലെങ്കിൽ നാളെ രാവിലെ രാജ്യങ്ങളുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവൻ നാളെ ഉച്ചയ്ക്ക് കർത്തദാസന്മാർക്ക് വേണ്ടി. ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ ഓരോ സെക്ഷനുകൾ ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ഓരോ പോയിന്റുകൾ ഉണ്ടാക്കി ഓരോ ടൈമിൽ അതാത് വിഷയങ്ങൾ പ്രാർത്ഥിക്കുക. മറ്റുള്ളവരുടെ വിഷയങ്ങളെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വിഷയങ്ങളും പ്രാർത്ഥിച്ചോ, നോ പ്രോബ്ലം. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞിട്ട് കൺഫസ് ചെയ്യുക, കർത്താവ് എനിക്ക് വേണ്ടി അത് ചെയ്തതിനായിട്ട് സ്തോത്രം, അത് സംഭവിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം എന്നുള്ള കൺഫെഷനുകൾ, ആമേൻ, യേശുവിന്റെ നാമത്തിൽ ഡിക്ലറേഷൻസ് നടക്കുക. അത് ആത്മമണ്ഡലത്തെ ചലിപ്പിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഒരു സ്ഥായിയായ മാറ്റം ഉണ്ടാകട്ടെ. ഈ പ്രാർത്ഥനാ മാസത്തിൽ, ഈ ഓഗസ്റ്റ് മാസത്തിൽ വലിയ വ്യത്യാസം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ദൈവ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ കൂടെ നടക്കട്ടെ. അവൻ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഈ മാസത്തിൽ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മാറ്റം ഉണ്ടാകണം. മിനിമം 3 നേരമെങ്കിലും പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. വി ആർ ബ്ലെസ്ഡ്. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.